എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹാർദമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ പ്രേമ പൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഉണ്ണിദത്തൻ എഴുന്നേറ്റിരിക്കുന്നതാണ് പൂജ കണ്ടത്. അവൾ ഓടി അടുത്തു ചെന്നു. നേരം വെളുത്തോ പൂജാമേ? അടുത്തിരുന്ന് അവൾ അവനെ തഴുകി തന്നോട് ചേർത്തു. ഇല്ല, എൻ്റെ മോൻ ഉറങ്ങിക്കോളൂ. എനിക്ക് ഉറക്കം വരുന്നില്ല പൂജാമേ. പൂജ അവനെ പിടിച്ചു കിടത്തി. കൂടെ അവളും കിടന്നു. പൂജാമ്മ മോനൊരു കഥ പറഞ്ഞു തരാൻ അവൻ മൂളി. കുറേ നേരം അവൾ ആലോചിച്ചു കിടന്നു. പറ. പണ്ട് പണ്ട് ഒരു രാജ്യത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. രാജാവിനും രാജ്ഞിക്കും ഏക മകളായിരുന്നു അവൾ. രാജാവ് മകളുടെ വിവാഹം മുറച്ചെറുക്കനുമായി നിശ്ചയിച്ചു വച്ചു. അവൻ ക്രൂരനും ദുഷ്ടനുമായിരുന്നു. ആ രാജ്യത്തുള്ള ഒരു മുക്കുവന്റെ മകനുമായി രാജകുമാരി ഇഷ്ടത്തിലായി. അവന്റെ പേര് ഷാനു എന്നായിരുന്നു. പൂജയുടെ ഒച്ചയിടറി. ആരും അറിയാതെ രാജകുമാരിയും ഷാനുവും തമ്മിൽ വിവാഹം കഴിച്ചു. പക്ഷേ അവൾ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. ഇതെല്ലാം അറിയുന്ന ഒരു കൂട്ടുകാരൻ അവർക്കുണ്ടായിരുന്നു. സെബാൻ എന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരന്റെ പേര്. സെബാന്റെ പേരുച്ചരിച്ചപ്പോൾ പൂജയ്ക്ക് കരച്ചിൽ വന്ന് തികട്ടി. അയ്യേ, അതെന്തു പേരാ? നല്ല പേരല്ലേ മോനെ, അവൻ മൂളി. അങ്ങനെ രാജകുമാരിയുടെ വയറ്റിൽ ഒരു ഉണ്ണി ജനിച്ചു. ആ രാജ്യത്ത് ജീവിച്ചാൽ ഷാനുവിനെ രാജാവും മുറച്ചെറുക്കനും കൊല്ലുമെന്ന് ഭയന്ന് അവർ ഒളിച്ചോടാൻ തീരുമാനിച്ച രാത്രി ഷാനുവും സബാനും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. എന്നിട്ട് അവന്റെ സ്വരത്തിൽ ജിജ്ഞാസ നിറഞ്ഞു. പാവം രാജകുമാരി, അവളും മരിക്കാൻ തീരുമാനിച്ചു. രാജകുമാരി മരിക്കണ്ട പൂജാമേ, അവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. രാജകുമാരി തനിച്ചായില്ലേ മോനെ? രാജകുമാരിക്ക് ആ ഉണ്ണിയില്ലേ? ഭ്രാന്ത് പിടിച്ചതുപോലെ പൂജ അവന്റെ നെറ്റിയിൽ തെരുതെര ചുംബിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് അടർന്ന ചുടുനീർ അവന്റെ മുഖത്ത് വീണു. അതേ മോനെ, രാജകുമാരിക്ക് അവളുടെ ഉണ്ണിയുണ്ട്. എന്റെ പൊന്നുമോനത് പറഞ്ഞല്ലോ. അയ്യേ, പൂജാമ്മ കരയുകയാണോ? ഈ കഥ കേട്ടാൽ കരയില്ലേ മോനെ? എന്നിട്ട് പറ പൂജാമ്മേ. അവന്റെ താല്പര്യം തിരിച്ചറിഞ്ഞ് അവൾ തുടർന്നു. ആ രാത്രി തന്നെ രാജകുമാരി മരിക്കാൻ വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങി. വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ അവൾ എത്തപ്പെട്ടു. അവിടെ നിന്ന് ചാടി മരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു രാജ്യത്തെ രാജകുമാരൻ അവിടെ എത്തി. ആദിത്യകുമാരൻ എന്നായിരുന്നു ആ രാജകുമാരന്റെ പേര്. ഹായ്, എൻ്റെ അങ്കിളിന്റെ പേര് പോലുണ്ട്, ഉണ്ണിദത്തൻ മന്ദഹസിച്ചു. എന്നിട്ട് അവന് രസം പിടിച്ചു തുടങ്ങി. രാജകുമാരൻ അവളെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ വഴങ്ങിയില്ല. ഒടുവിൽ അവളുടെ ഉണ്ണിയെ പ്രസവിച്ചു വളർത്താൻ സഹായിക്കാമെന്ന് രാജകുമാരൻ വാക്ക് കൊടുത്തപ്പോൾ അവൾ മരണത്തിൽ നിന്ന് പിന്മാറി. പൂജ ഒരു നിമിഷം നിശബ്ദയായി. അവന് ജിജ്ഞാസയായി. പറ പൂജാമ്മേ. ആൺവേഷം കെട്ടി അവൾ ആ രാജകുമാരന്റെ കൊട്ടാരത്തിലെത്തി. അവൻ അവളെ മാറി മാറി ഒളിവിൽ പാർപ്പിച്ചു. ഒടുവിൽ ഒരു ഉണ്ണിയെ അവൾ പ്രസവിച്ചു. രാജകുമാരിക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ രാജകുമാരന്റെ മക്കളില്ലാത്ത പെങ്ങളെ ഏൽപ്പിച്ചിട്ട് രാജകുമാരി തന്റെ രാജ്യത്തേക്ക് പോയി. രാജകുമാരി ചീത്തയാ, പെട്ടെന്ന് ഉണ്ണിദത്തൻ പ്രതികരിച്ചു. അതെന്താ മോനെ? പൂജ ചോദിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയില്ലേ? പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അമ്മയുടെ പ്രവൃത്തി തെറ്റായിപ്പോയെന്ന് മകൻ പറയുന്നു. ഉപേക്ഷിച്ചു പോയതല്ല മോനെ, സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൾ നിശ്ചയിച്ചത്. ഒരമ്മയ്ക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവില്ലടാ. എന്നിട്ട് രാജകുമാരി ആ രാജ്യത്തിന്റെ റാണിയായി. അവളുടെ കുഞ്ഞു വളർന്ന് മോന്റെ പ്രായമായി. തൻ്റെ ഉണ്ണിയെ ആവശ്യപ്പെട്ട് അവൾ ചെന്നപ്പോൾ രാജകുമാരനും ബന്ധുക്കളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഉണ്ണിക്കാണെങ്കിൽ യഥാർത്ഥ അമ്മ ആരാണെന്ന് അറിയത്തുമില്ല. അത് രാജകുമാരിയുടെ കുഞ്ഞല്ലേ പൂജാമേ? അതെ, പക്ഷെ വിട്ടുകൊടുത്തല്ലേ പറ്റൂ. ഒടുവിൽ രണ്ട് രാജ്യവും യുദ്ധമായി. രാജകുമാരി തോൽക്കുമെന്നായി. കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ സ്വയം കുത്തിമരിക്കാൻ രാജകുമാരി തീരുമാനിച്ചു. അപ്പോൾ മനസ്സിൽ നന്മയുള്ള രാജകുമാരൻ ഉണ്ണിയെ കൊണ്ടുവന്ന് രാജകുമാരിക്ക് കൊടുത്തു. കഥ തീർന്നോ പൂജാമേ? പിന്നെ രാജകുമാരിയും അവളുടെ മോനും സന്തോഷത്തോടെ ജീവിച്ചു. അവനൊന്നും പറഞ്ഞില്ല. ഈ കഥയിൽ മോൻ ഒരുപാട് ഇഷ്ടം തോന്നിയത് ആരോടാ? രാജകുമാരിയോട്. പൂജ മന്ദഹസിച്ചു. മോനാണ് രാജകുമാരിയുടെ ഉണ്ണി എന്ന് കരുത്.
മോൻ ആരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്? രാജകുമാരിയുടെ കൂടെയോ എടുത്തു വളർത്തിയ അമ്മയുടെ കൂടെയോ? അവന്റെ വാക്കുകൾക്കായി അവളുടെ ഉള്ളം തുടിച്ചു. രാജകുമാരിയോടൊത്ത്. അവനെ പൂജ ചേർത്തണച്ചു. ഇതുമാത്രം തന്റെ മോന്റെ നാവിൽ നിന്ന് കേട്ടാൽ മതി. അവൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ പെറ്റമ്മയെ വിട്ട് ഒരിടത്തും പോകില്ല. പിന്നീടൊന്നും അവൻ ചോദിച്ചില്ല. പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. പൂജ ഉറങ്ങാതെ കിടന്നു. കണ്ണീരണിഞ്ഞ മന്ദഹാസം മുഖത്തുണ്ടായിരുന്നു, ഒരു ജന്മസാഫല്യം പോലെ. ശരവണൻ സാറേ! വള്ളിയിൽ തൂങ്ങി നിന്ന് ആദി ഉറക്കെ അലറി വിളിച്ചു. ആ വിളി മൂടൽ മഞ്ഞിൽ നേർത്തുപോയതേയുള്ളൂ. തലയ്ക്ക് മുകളിൽ ഒരു ഇരമ്പം ആദി കേട്ടു. റോഡിലൂടെ ഏതോ വാഹനം പോവുകയാണ്. സമയം എത്രയായെന്നൊരു നിശ്ചയവുമില്ലായിരുന്നു. താഴേക്ക് നോക്കിയാൽ മഞ്ഞുമൂടി ഒരു കടൽ പോലെ തോന്നും. ശരവണൻ സാറേ! അവൻ വിളിച്ചതും പിടിവിട്ടു. തെന്നിച്ചെന്ന് വീണത് ഒരു പാറപ്പരപ്പിലായിരുന്നു. ആദി എഴുന്നേറ്റ് നിന്നു. ഒരു പ്രതീക്ഷയുമില്ലെന്ന് ആദിക്ക് തോന്നി. എല്ലാം വ്യർത്ഥമായി. പകമൂത്ത് സത്യസന്ധനായ ഒരു മനുഷ്യനെ താൻ ബലി കൊടുത്തു. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അനാഥരായി കഴിഞ്ഞു. ആദി കണ്ണുകൾ അമർത്തി തുടച്ചു. ലോറിയിൽ കയറിയ തന്നെ ശരവണൻ സാർ പിടിച്ചിറക്കുകയായിരുന്നു. അതിന് വഴങ്ങാൻ പാടില്ലായിരുന്നു. എല്ലാ അർത്ഥത്തിലും തീരേണ്ടിയിരുന്നത് ഈ ആദിയായിരുന്നു. ശരവണൻ സാറേ! സർവശക്തിയും എടുത്ത് ആദി വിളിച്ചു. പെട്ടെന്ന് വലതുഭാഗത്തായി എന്തോ ഞെരിയുന്ന ഒച്ച ആദി കേട്ടു. ഒരു മുരൾച്ച. ഒന്നും വ്യക്തമല്ല. ശരവണൻ സാറേ! മൂടൽ മഞ്ഞിൽ നിന്ന് ശിവാകാരം പൂണ്ട ഒരു രൂപം പുറത്തേക്ക് വരുന്നത് പോലെ ആദിക്ക് തോന്നി. പാറപ്പരപ്പിൽ തെന്നൽ അവഗണിച്ച് ആദി മുന്നോട്ട് ചെന്നു. സാർ! അവ്യക്തമായ ശബ്ദം ആദി തിരിച്ചറിഞ്ഞു. അത് ശരവണനായിരുന്നു. ശരവണ സാറേ! ആദി ആഹ്ലാദം കൊണ്ട് കരഞ്ഞു. മുന്നിൽ നിന്നാടുന്ന ശരവണനെ ആദി താങ്ങിപ്പിടിച്ചു. ആദിയുടെ ദേഹത്തേക്ക് ശരവണൻ കുഴഞ്ഞു വീണു. ചോരയുടെ ഗന്ധം ആദിയുടെ നാസികയിലെത്തി. ശരവണനെ ആദി തോളിലേറ്റി. നിലത്തി വിരലുറപ്പിച്ച് ഓരോ ചുവടും അവൻ വച്ചു. മുകളിലൂടെ ഇടയ്ക്കിടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ദിശ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. വളവിന് വലതുവശത്ത് താഴേക്ക് പോകുന്ന ചെറിയ റോഡായിരുന്നു ആദിയുടെ ലക്ഷ്യം. ആ റോഡ് വഴിയാണ് അവൻ തിരച്ചിൽ തുടങ്ങിയത്. അരമണിക്കൂർ എടുത്തു വെട്ടു റോഡിൽ ആദി എത്താൻ. ഒരു ശവം പോലെ ശരവണൻ അവന്റെ ചുമലിൽ കിടന്നു. പ്രധാന റോഡിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ശരവണനെ ആദി റോഡിൽ കിടത്തി. ശരവണ സാറേ! ആദി അയാളുടെ മുഖത്ത് പിടിച്ചപ്പോ ചോരയുടെ നനവ് അനുഭവപ്പെട്ടു. ശരവണൻ ആദിയുടെ കയ്യിൽ പിടിച്ചു. സാർ! ശരവണന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ആദിക്ക് മനസ്സിലായി. എഴുന്നേൽക്കാൻ അയാൾ വ്യഗ്രത കാണിച്ചു. ആദി അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. ശരവണൻ വേച്ച് താഴേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് ആദിക്ക് തോന്നി. ചുമലിലെടുക്കാൻ ആദി തുനിഞ്ഞപ്പോ ശരവണൻ അനുവദിച്ചില്ല. ഇടയ്ക്ക് ചുരം കയറി ഒരു ലോറി പോയി. ഇറക്കം കഴിഞ്ഞപ്പോ മുകളിൽ നിന്നൊരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടു. വലിയ വാഹനമാണെന്ന് ആദിക്ക് മനസ്സിലായി. വണ്ടി അടുത്തു വന്നപ്പോ ആദി റോഡിൽ കയറി നിന്നു. അതൊരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു. ആദിയുടെ മുന്നിൽ വണ്ടി നിന്നു. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള വണ്ടിയായിരുന്നു അത്. ഡ്രൈവർ മങ്കി ക്യാപ്പ് വച്ച് തല പുറത്തേക്ക് നീട്ടി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിൽ നിന്ന 2 പേരെ ഡ്രൈവർ വ്യക്തമായി കണ്ടു. ഒരാൾക്ക് കാവി മുണ്ടും ഷർട്ടും തോർത്തുമാണ് വേഷം. മറ്റേയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മുഖത്ത് ചോര പുരണ്ടിരിക്കുന്നു. പ്രശ്നമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. അരേ രാസ്താ സെ ഹട്ട് ജാ! വഴിമാറാനാണ് അയാൾ ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ആദി മുന്നോട്ട് ചെന്നു. ഹമേ ഭീ ലേ ചലോഗേ? ആദി അഭ്യർത്ഥിച്ചു. അരേ ജാജാ, തും കോയി ഓർ ഗാഡി ദേഖ് ലേ. ഡ്രൈവർ തല അകത്തേക്ക് വലിച്ചു. ആക്സിഡന്റ് പറ്റിയ ആളെ കയറ്റാതെ നീ പോകുന്നത് എനിക്കൊന്ന് കാണണം. ആദി അട്ടഹസിച്ചുകൊണ്ട് റോഡിൽ നിന്ന് വലിയൊരു കല്ലെടുത്തു. ഡ്രൈവർ ഭയന്നുപോയി. ഹേയ് പതാ നഹീ മർന! എറിയരുതെന്ന് അപേക്ഷ കേട്ടപ്പോ ആദി കല്ല് താഴ്ത്തി. അകത്ത് സംസാരമുണ്ടായി. ഡോർ തുറന്ന് ക്ലീനർ ഇറങ്ങി വന്നു. ആദിയും ക്ലീനറും ചേർന്ന് ശരവണനെ ബസ്സിൽ കയറ്റി. ക്ലീനറുടെ സീറ്റിൽ ശരവണനെ ഇരുത്തി. ഭൂരിഭാഗം യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. ബൈക്കിൽ നിന്ന് വീണതാണെന്നും അടുത്ത ഹോസ്പിറ്റലിന് മുന്നിൽ ഇറക്കിയാൽ മതിയെന്നും ആദി പറഞ്ഞു. ബസ് മുന്നോട്ട് നീങ്ങി. വെളുപ്പിന് എപ്പോഴോ ആയിരുന്നു പൂജ ഒന്ന് മയങ്ങിയത്. കണ്ണു തുറക്കുമ്പോൾ മണി 7 കഴിഞ്ഞു. ഉണ്ണിദത്തൻ നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ ഓഫീസിൽ ചെന്ന് ലീവിന് വേണ്ട നടപടികൾ പൂർത്തിയാക്കിയിട്ട് 11 മണിയോടെ നാട്ടിലേക്ക് പോകാനായിരുന്നു പൂജ പ്ലാൻ ചെയ്തത്. സിറ്റൗട്ടിൽ വന്നപ്പോൾ ഓനച്ചൻ പത്രവും പിടിച്ച് മുറ്റത്ത് നിൽക്കുന്നു. അവളെ കണ്ടതും അയാൾ പത്രവുമായി ഓടി വന്നു. മോൾ ഇത് കണ്ടോ? അവൾ അയാളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി നോക്കി. നമ്പിടിയുടെ ചിത്രമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. പ്ലാന്റർ നമ്പിടി ആത്മഹത്യ ചെയ്ത നിലയിൽ എന്നായിരുന്നു തലവാചകം.
പാഞ്ചാലിമേട്ടിലെ ഗസ്റ്റ് ഹൗസിൽ തനിച്ച് താമസിച്ചിരുന്ന പ്ലാന്റർ ധനപാലൻ നമ്പിടി സ്വയം വെടിവെച്ച് മരിച്ചു എന്നായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നമ്പിടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ഏറെ നേരം പൂജ നിന്നു. അയാളുടെ ഓരോ വാക്കും അവളുടെ കാതിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ കാൽപതനം കേട്ടപ്പോൾ പൂജ തിരിഞ്ഞു നോക്കി. ഒരു ബാഗും തൂക്കി പുറപ്പെടാൻ തയ്യാറായി ക്ലാരമ്മ വന്നു. ക്ലാരമ്മ എവിടേക്കാ? പൂജ അമ്പരന്നു. ഞാൻ പോവുക. എവിടേക്ക്? എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക്. ഇവിടത്തെ ജോലി എനിക്ക് മതിയായി. ആജീവനാന്ത കാലം ഇവിടത്തെ അടുക്കളയിൽ പണിയെടുത്തോളാമെന്ന് ഞാൻ കരാർ ഒപ്പിട്ട് തന്നില്ലല്ലോ. എനിക്കൊരു1000 രൂപ കൂടി വേണം. പൂജ ഞെട്ടലോടെ ഓനച്ചനെ നോക്കി. ക്ലാരമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരമ്മയുടെ കാല് പിടിക്കാം. എന്നോട് ക്ഷമിക്ക്. പൂജയ്ക്ക് സങ്കടം വന്നു. അയ്യോ, കളക്ടർ അടുക്കളപ്പണിക്കാരത്തിയുടെ കാല് പിടിക്കാനോ? പാവങ്ങളെ കളിയാക്കല്ലേ? ക്ലാരമ്മ പരിഹാസത്തോടെ പറഞ്ഞു. പോകുന്നവർ പോട്ടെ മോളെ. ഓനച്ചൻ അമർഷം കൊണ്ടു. ക്ലാരമ്മ മുന്നോട്ട് നടന്നു. നിൽക്കാനാ പറഞ്ഞത്. പൈസ തരാൻ പറ്റുമെങ്കിൽ താ. എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്നലത്തെ രാത്രി ഒന്ന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ നരകത്തിൽ നിന്നൊന്ന് പോയി കിട്ടാൻ. പൂജയ്ക്ക് കരച്ചിലും കോപവും ഒന്നിച്ചു വന്നു. നിങ്ങൾ എന്നെ വിട്ടു പോകരുതെന്നേ എനിക്ക് അപേക്ഷയുള്ളൂ. 4 മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ നിങ്ങളും? നിങ്ങളുടെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കുമോ? ഞാൻ കൊടുക്കില്ല. 4ന്റെ കൂടെ 5ാമതൊന്നിനെ എടുത്തു വളർത്തിയാലും അതിനെയും ഞാൻ ആർക്കും കൊടുക്കില്ല. ക്ലാരമ്മ വീറോടെ പറഞ്ഞു. എന്നിട്ടാണോ എന്നെ ശത്രുവായി കണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തി നോവിക്കുന്നത്? വേദനയോടെ പൂജ ചോദിച്ചു. 10 മാസം വരെ ഓരോന്നിനെയും വയറ്റിലിട്ട് ഏലത്തോട്ടത്തിൽ പണിയെടുത്തിട്ടുണ്ട് ഞാൻ. തൊട്ട് മൂത്തതിനെ മരക്കൊമ്പിൽ തൊട്ടിലിൽ കിടത്തിയിട്ടുണ്ടാവും. നെഞ്ചിൽ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഒറ്റയാന്റെ കാൽക്കൽ കിടന്നിട്ടുണ്ട്. കെട്ടിയോൻ പോയിട്ടും അവറ്റകൾക്ക് വേണ്ടി പണിയെടുത്ത് ജീവിച്ചു. മക്കളൊക്കെ സ്വന്തം വഴിക്ക് പോയെങ്കിലും എനിക്ക് സങ്കടമില്ല. തള്ള എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കടമ ചെയ്തു. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ അമ്മയായത് എങ്ങനാന്ന്? പൂജ ക്ലാരമ്മയെ നോക്കി നിന്നതേയുള്ളൂ. പെറ്റത് കൊണ്ട് മാത്രമല്ല, അതുങ്ങളെ വളർത്തിയത് കൊണ്ടാ ക്ലാരമ്മ അമ്മയായത്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കൊഞ്ചിച്ച് താലോലിച്ച് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുമ്പോഴാ ഒരു പെണ്ണമ്മയാവുന്നത്. പെറ്റുകളയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല കൊച്ചേ. പൂജ പതറിപ്പോയി. എടി, ഓനച്ചൻ ഒച്ചയിട്ടു. ക്ലാരമ്മ അത് അവഗണിച്ചു. നീ കുറച്ച് ത്യാഗം സഹിച്ചെന്ന് വെച്ച് ആ കുഞ്ഞെങ്ങനെ നിന്റേതാവും? അതും പറഞ്ഞ് കുരച്ചു നടക്കാൻ നിനക്ക് നാണമില്ലേ? ആ കുഞ്ഞിന്റെ അമ്മ അതിനെ മുലയൂട്ടി വളർത്തിയ ആമിയ. ആമിയുടെ കുഞ്ഞിനെയാ നീ അപഹരിച്ചു വച്ചിരിക്കുന്നത്. ഇറങ്ങിപ്പോടി. ഓനച്ചൻ കയർത്തുകൊണ്ടടുത്തു. പൂജ തറഞ്ഞു നിന്നതേയുള്ളൂ. വീടും പറമ്പും കിട്ടിയില്ലേ, അതുകൊണ്ട് ഇയാൾ നന്ദി കാണിക്കണം. ക്ലാരമ്മയ്ക്ക് ഒരുത്തിയുടെ മണ്ണിലും വിധേയത്വം കാണിക്കണ്ട. കർത്താവിങ്കൽ പ്രാണനർപ്പിച്ച് കഴിയുന്നവളാ ഞാൻ. ഓനച്ചൻ്റെ നാവടഞ്ഞു. ആദിയല്ലാതെ മറ്റൊരു ചെറുപ്പക്കാരനും നിന്നോട് ഇത്രയും കരുണ കാണിക്കില്ല. കൊച്ചുമായിട്ട് അവൻ വന്നത് നിന്റെ മനസ്സു മാറുമെന്ന് കരുതിയിട്ടാ. അവനെപ്പോലൊരു ആണിൻ്റെ ഒപ്പം ജീവിക്കാനുള്ള യോഗം നിനക്കില്ല. മരിച്ചു മണ്ണടിഞ്ഞ ഒരു ചെറുക്കൻ്റെ പേരും പറഞ്ഞ് പലരുടെയും ജീവിതം തകർത്ത് കളയുന്ന നിന്നോട് വെറുപ്പല്ലാതെ എന്നതാ തോന്നേണ്ടത്? പൂജ ചലനമറ്റു നിന്നു. എല്ലാരെയും ചതിക്കുകയായിരുന്നു നീ. നിന്റെ മനസ്സ് അവസാന നിമിഷമെങ്കിലും മാറുമെന്ന് ഞാൻ കരുതി. പാവം മുത്തശ്ശി നിന്റെ കുഞ്ഞാണെന്നറിഞ്ഞിട്ടാ അവർ ആ വീട്ടിൽ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നത്. ഞാൻ പോകുന്നത് അങ്ങോട്ടാ. പൂജ ഞെട്ടി ഉണർന്നു. ഇനിയുള്ള കാലം മുത്തശ്ശി സമ്മതിച്ചാൽ എനിക്ക് അവിടെ ജീവിക്കണം. അവരുടെ സങ്കടത്തിൽ പങ്കുകൊള്ളണം. വേദനിക്കുന്നവരോടുകൂടെ ജീവിക്കുമ്പോഴാ കർത്താവിലേക്കുള്ള വഴി തുറക്കുന്നതെന്ന് ഇമ്മാനുവലച്ചൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ പോകുക. ഇനി നിന്റെ മുഖം കാണാൻ ഇടവരരുതേ. ക്ലാരമ്മ തിരിഞ്ഞു നടന്നു. നിൽക്കവിടെ. അട്ടഹസിച്ചുകൊണ്ട് പൂജ പിന്നാലെ ചെന്നു. ഓഹോ, അതാണല്ലേ ഈ മലക്കം മറിച്ചിനുള്ള കാരണം. ആമിയോട് നിങ്ങളെല്ലാം പറയുമല്ലേ? ക്ലാരമ്മ മിണ്ടിയില്ല.
ഉണ്ണി എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ആമിയോട് പറഞ്ഞാൽ, അവൾ ഞങ്ങളുടെ പിന്നാലെ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ വരും. നിങ്ങളുടെ മുന്നിൽ വെച്ച് സ്വയം തീ കൊളുത്തി ഞാൻ പിടഞ്ഞു മരിക്കും. എൻ്റെ ഉണ്ണിയാണ് സത്യം. ക്ലാരമ്മ പുച്ഛിച്ച് ചിരിച്ചിട്ട് നടക്കാൻ തുടങ്ങി. പൂജ വിരൽ ചൂണ്ടി ക്ലാരമ്മയുടെ മുന്നിൽ കയറി. ക്ലാരമ്മയോട് അകത്തേക്ക് കയറിപ്പോകാനാണ് ഞാൻ പറഞ്ഞത്. അതൊരാജ്ഞയായിരുന്നു. പോടി നന്ദി കെട്ടവളെ ആട്ടിക്കളഞ്ഞിട്ട് ക്ലാരമ്മ റോഡിലേക്ക് ഇറങ്ങി നടന്നുപോയി. ഓനച്ച, പൂജ ഓനച്ചനെ നോക്കി കരഞ്ഞു. മോള് ധൈര്യമായിരിക്കൂ, എന്തിനും കൂടെ ഓനച്ചനുണ്ട്. നമ്മുടെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കണ്ട, ഓനച്ചൻ ആശ്വസിപ്പിച്ചു. ക്ലാരമ്മ ആദിയുടെ വീട്ടിലേക്ക് പോകുമെന്നല്ലേ പറഞ്ഞത്? തിരുവനന്തപുരത്തൊന്നും അവൾ പോകുവേല. കാരുണ്യ ദീപത്തിലേക്കാ അവളുടെ പോക്ക്. ഇനി അഥവാ ആദിയുടെ വീട്ടിൽ പോയാൽ തന്നെ ആദിയുടെ പെങ്ങളോടൊന്നും അവൾ പറയത്തുമില്ല. ആദിക്കും മുത്തശ്ശിക്കും അറിവുള്ള കാര്യം അവളായിട്ട് പറയേണ്ട കാര്യം എന്നതാ? ഓനച്ചൻ പറയുന്നത് ശരിയാണെന്ന് പൂജയ്ക്ക് തോന്നി. നന്നായി ജീവിക്കാനുള്ള യോഗം അവൾക്കില്ല. തെണ്ടികൾ തെണ്ടിയെ ജീവിക്കൂ. ഉണ്ണിദത്തൻ ഉറക്കമെഴുന്നേറ്റ് വരുന്നത് ഓനച്ചൻ കണ്ടു. ദേ കുഞ്ഞു വരുന്നുണ്ട്. പൂജ കണ്ണുകൾ തുടച്ചിട്ട് തിരിഞ്ഞു. നമുക്ക് പോകാം പൂജാമ്മേ, വന്ന പാടെ അവൻ പറഞ്ഞു. നേരം പുലർന്നിട്ടല്ലേയുള്ളൂ, പല്ല് ബ്രഷ് ചെയ്യണ്ടേ? മോൻ വാ. ആദ്യങ്ങൾ എന്താ വരാത്തെ? അത് പൂജ ഒന്ന് പതറി. മണ്ണിടിഞ്ഞു വീണ് വാഹനങ്ങളൊന്നും ഓടുന്നില്ല, അതാ മോൻ്റെ അങ്കിൾ വരാത്തത്, ഓനച്ചൻ മറുപടി കൊടുത്തു. അതെ അതെ, റോഡിലെ മണ്ണ് നീക്കം ചെയ്താൽ ഉടൻ ആദി വരും. പൂജ അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പല്ല് തയ്ക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും അവൻ്റെ ചോദ്യം ഒന്നു മാത്രമായിരുന്നു, നമ്മൾ എപ്പോഴാ പോകുന്നേ? പൂജാമ്മയ്ക്ക് ഓഫീസിൽ പോയി ലീവ് എടുക്കണം. തിരിച്ചു വന്നാലുടൻ മോനെയും കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടും. അവൻ്റെ കവിളിൽ തട്ടി അവൾ ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായി പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.